ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മളിതിപ്പോൾ നോക്കുന്നത് ബിസിനസ് ലോയിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അടുത്ത യൂണിറ്റ് ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, പേര് പോലെ തന്നെ. അതായത് എന്താ നമ്മൾ നോക്കുന്നത്, ഹു ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ ആർക്കൊക്കെ കോമ്പീറ്റ് ചെയ്യാം, അതായത് ആർക്കൊക്കെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഇൻവോൾവ് ആവാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹു ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്? Section 10 of the Indian Contract Act requires that parties must be competent to contract. Section 11 of the Indian Contract Act clearly states as to who shall be competent to contract. അതായത് ഒരു സെക്ഷൻ പ്രകാരം നമ്മൾ കോൺട്രാക്ട് പറയുമ്പോൾ ഓരോ സെക്ഷൻസ് ബേസിലാണ് ലീഗലി ആണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സെക്ഷൻസ് പ്രകാരം ആർക്കൊക്കെ ഈ കോൺട്രാക്റ്റിൽ കോമ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ മൈനർ, പൊസിഷൻ ഓഫ് മൈനർ. ഒരു മൈനറെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. പൊസിഷൻ ഓഫ് മൈനർ, അതിൽ എന്താണ് ഹു ഇസ് മൈനർ? ആരാണ് മൈനർ എന്ന് പറഞ്ഞാൽ? ഹു ഇസ് മൈനർ? മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? According to section 3 of the Indian Majority Act, the person is deemed to have attained majority. അതായത് നമുക്ക് നിയമപ്രകാരം ഒരാൾ മേജർ ആവുക എപ്പോഴാണ്? 18 വയസ്സായാലാണ് അയാൾക്ക് നമ്മൾ അനുശാസിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളിലും അയാളൊരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അയാൾക്ക് എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാനായാലും ലൈസൻസ് കിട്ടുന്നതൊക്കെ നമുക്ക് എപ്പോഴാണ്? 18 വയസ്സാകുമ്പോഴാണ്. അപ്പം അത് 18 വയസ്സിൻ്റെ താഴെയുള്ളതൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത് മൈനർ എന്നാണ്. അപ്പോൾ ആരാ മൈനർ? ഇന്ത്യ അനുശാസിക്കുന്ന നിയമപ്രകാരം ഒരാൾക്ക് ആരാണോ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് അവരൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നു? മൈനർ എന്ന് പറയുന്നു. വേറെ ഗാർഡിയൻ ഓഫ് എ പേഴ്സൺ ഹു പ്രോപ്പർട്ടി ഓർ ബോത്ത് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ. അപ്പം മൈനറെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളുണ്ടാവും, ഒരു ഗാർഡിയൻ ഉണ്ടാവും. അപ്പോൾ ആ ഗാർഡിയൻ അനുസരിച്ച് ചെയ്തിട്ട് ആ ഗാർഡിയൻ ആയിരിക്കും മൈനറെ മേലുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളത്. ഓക്കെ, ഗാർഡിയൻ ആയിരിക്കും അയാൾ മൈനർക്കുള്ള പ്രോപ്പർട്ടീസ് ആയാലും അയാളുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഗാർഡിയൻ ആയിരിക്കും. അപ്പോൾ അവരെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ ഓഫ് അഗ്രിമെൻറ്റ് ബൈ എ മൈനർ. ഒരു മൈനർക്ക് അഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള പൊസിഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു മൈനറാണ് അത് അക്സെപ്റ്റൻസ് ചെയ്യുന്നെങ്കിൽ അയാൾക്കുള്ള പൊസിഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. A contract with or by a minor is absolutely void and the minor therefore cannot bind himself by a contract. അതായത് ഒരു മൈനറുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വാലിഡ് ആയിരിക്കുമോ? ഒരിക്കലുമല്ല, അത് വോയിഡ് ആയിരിക്കും. ഒരു മൈനറാണ് നമ്മളെ ഓഫറെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതെന്തായിരിക്കും? വാലിഡ്. കാരണം അത് ലീഗലി നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം മൈനറാണ്, മൈനർക്ക് അതിനുള്ള അവകാശമില്ല. അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കാനോ ഒന്നിനുള്ള റൈറ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം മൈനർക്ക് ഒരു എന്താ പറയുക, വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഫ്രോഡുലന്റ് റെപ്രസെൻറ്റേഷൻ ബൈ എ മൈനർ. വിൽ ഇറ്റ് മേക്ക് എനി ചേഞ്ച് ഇൻ കേസ് മൈനർ ഈസ് ഗിൽറ്റി ഓർ ഡെലിബറേറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ അബൌട്ട് ഹിസ് ഏജ് ദെർബൈ ഇൻക്ലൂഡിങ്. അതായത് രണ്ടാമത്തെ എന്താണ്? മൈനർ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടത്തിയിട്ട് ഈ അഗ്രിമെൻറ്റിൽ വരിക, അതായത് ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെന്തായിരിക്കും? അത് വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പം മൈനർക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, മൈനർക്ക് എന്തായാലും മൈനറുമായിട്ടുള്ളൊരു അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കില്ല. അതേപോലെ ഈ മൈനർ തന്നെ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി, അയാളെ ഏജ് കാണിക്കുന്നത് തെറ്റായിട്ട് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരു അഗ്രിമെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് വാലിഡ് ആയിരിക്കില്ല. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എ കോൺട്രാക്ട് ബൈ എ മൈനർ ഓർ അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി. അതായത് എന്താ? ദ മൈനർ അഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ഹെൻസ് ദർ ക്യാൻ ബി നോ ക്വസ്റ്റ്യൻ ഓഫ് ഈസ് ബീങ് റെക്ടിഫൈഡ് ആഫ്റ്റർ ആൻഡ് ഹിസ് അതായത് അയാൾക്കൊരു മൈനർ മേജർ ആവുന്ന സമയം വരെ നമുക്കൊരു കോൺട്രാക്റ്റിലേക്ക് അയാൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് അയാളെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, അയാൾ എന്ത് ചെയ്യുക നമ്മൾ അറിയാണ്ടാണെങ്കിലും ആ അഗ്രിമെൻറ്റിലേക്ക് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അയാൾക്ക് അതിന് പണിഷബിൾ ആയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്കെതിരെ കേസോ കാര്യങ്ങളോ കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ മൈനേഴ്സ് കോൺട്രാക്ട് ജോയിൻ്റ്ലി വിത്ത് എ മേജർ പേഴ്സൺ. മൈനർക്ക് എപ്പോഴും ഒരു അയാളെ ഗാർഡിയൻ ആയിട്ട് ജോയിൻ ചെയ്തിട്ട്
ഒരു എഗ്രിമെൻറ്റിലേക്ക് വരാം. മൈനർക്ക് നേരിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൂ, അയാൾ മേജർ ആവുന്നത് വരെ അയാൾ ഗാർഡിയൻഷിപ്പ് ആർക്കാണോ അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ അയാൾക്കൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം. ഓക്കെ, ദെൻ മൈനർ അതാ പറഞ്ഞ നമ്മളൊരു മൈനർ ആസ് എ പാർട്ട്ണർ, മൈനർക്ക് ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാം. അതെങ്ങനെയാണ് നിൽക്കുക? മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് മൈനർക്ക് ഒരു പാർട്ട്ണർ ആയിട്ട് നിൽക്കാൻ പറ്റുമോ, ആസ് എ പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പറ്റില്ലല്ലോ. മൈനർക്ക് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. മൈനർക്ക് അതിനുള്ള മേജർ ആവുന്നത് വരെ അയാളുടെ ഗാർഡിയൻഷിപ്പിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അയാൾക്ക് സജസ്റ്റ് ചെയ്യാന്നല്ലാതെ മൈനർക്ക്, കാരണം ഇയാൾക്ക് ഇത് ഇത്രയും വയസ്സാവുമ്പോൾ നമുക്കിത് അതിലുള്ള അവകാശം ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു അഗ്രിമെൻ്റ് വെക്കാന്നല്ലാണ്ട് അയാൾക്ക് നേരിട്ട് ഒരു പാർട്ട്ണർ ആവാനായിട്ട് പറ്റില്ല. മൈനർ ആസ് എൻ ഏജന്റ്, മൈനർക്ക് ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. മൈനർ ക്യാൻ ആക്ട് ആസ് എൻ ഏജന്റ് ആൻഡ് ബൈൻഡ് ഹിസ് പ്രിൻസിപ്പൾസ് ബൈ ഹിസ് ആക്ട്സ് വിത്തൗട്ട് ഇൻകറിങ് എ പേഴ്സണൽ ലയബിലിറ്റി. അതായത് മൈനർക്ക് ഒരു ഏജന്റ് ആയിട്ട്, അതായത് പേഴ്സണൽ ലയബിലിറ്റി അയാൾ സ്വന്തമായിട്ട് അതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കാതെ ഒരു ഏജന്റ് ആയിട്ട് നമുക്ക് മൈനർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു പാർട്ട്ണറായിട്ട് മൈനർക്ക് ഒരു എഗ്രിമെൻറ്റിലോ പാർട്ട്ണർഷിപ്പ് ഫോമിലോ നിൽക്കാൻ പറ്റില്ല. ദെൻ മൈനർ ഹാസ് ഷെയർ ഹോൾഡർ, മൈനർക്ക് ഒരു ഷെയർ ഹോൾഡർ ആവാൻ പറ്റുമോ? There has been a strong controversy as to whether a minor can become a shareholder member of a company. In view of the provisions of Indian Contract Act, if thus is a minor acquires partly paid shares, a company will not be able to recover the uncalled amount from its the minor. However, there are contrary decisions where it has been held in a minor can become a subscriber of the memorandum of association and can acquire shares by allotment. മൈനർക്ക് എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് കൊടുത്തിട്ട് മൈനർക്ക് ഒരു ഷെയർ ഹോൾഡർ ആവാം. ഓക്കെ, അയാൾക്ക് എന്താ പറയുക, ഒരു അൺകോൾഡ് എമൗണ്ട് ആ മൈനർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട്ലി ഷെയർ ഹോൾഡർ ആവാനായിട്ട് മൈനർക്കും പറ്റും. ഓക്കെ, പിന്നെന്താണ്? രണ്ടാമത്തത് അപ്പം മൈനറെ കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പം കപ്പാസിറ്റി ഓഫ് പാർട്ടി, അതായത് ആർക്കൊക്കെ ഒരു മൈനർക്ക് എങ്ങനെ കോൺട്രാക്റ്റിൽ കോമ്പീറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ എന്താ പറഞ്ഞത്, മൈനർക്ക് നേരിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മൈനർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്നതിൻ്റെ കോൺട്രാക്റ്റ് എന്തായിരിക്കും? വാലിഡ് ആയിരിക്കുമോ വോയിഡ് ആയിരിക്കുമോ? വോയിഡ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് പേഴ്സൺ ആണ് അൺസൗണ്ട് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിനും ഒരു കോൺട്രാക്റ്റിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഹൂ ഈസ് എൻ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? അതായത് a person while making a contract should be a sound mind, otherwise the contract will be valid in the eyes of law. Who is the person of unsound mind has been amply clarified by section 12 of the Indian Contract Act, which reads, അതായത് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോർമൽ പേഴ്സൺ, സൗണ്ട് മൈൻഡ് അല്ലാത്ത ഒരാൾക്കാർ. ഓക്കെ, അങ്ങനെ സൗണ്ട് മൈൻഡിൽ ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഷുഡ് ബി വാലിഡ്. ഓക്കെ, അതല്ലാതെ ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണിനെ വെച്ചിട്ട് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ആ എഗ്രിമെൻ്റ് മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല.